ഹലോ ഹായ്, ഇന്ന് ഞങ്ങൾ വർക്കല ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമുക്ക് ഇട്ടാലോ എന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. രാവിലെ എണീറ്റ് നമ്മൾ നേരെ പോയത് കാപ്പിലോട്ടാണ് കേട്ടോ. കാര്യം എനിക്ക് കാപ്പിലോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം ഇതിന് മുന്നേ എപ്പോഴും കുറേ നാൾക്ക് മുന്നേ നമ്മൾ പോയതാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കടലും കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയ സമയത്തുള്ള ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇത്തിരി മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ആ മഴയൊക്കെ നിന്ന് എന്നാലൊട്ടും അധികം വെയിലും ഇല്ലാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആകെ ഉള്ളത് ആ ബീച്ച് കുറച്ച് റഫായിരുന്നു. ബീച്ചിലോട്ട് ഇറങ്ങുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചായിരിക്കണം. കാര്യം അത്രയും തിരമാലയാണ് അവിടെ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എന്തായാലും ഇറങ്ങിയില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. നമ്മളങ്ങ് ഒത്തിരി അങ്ങോട്ട് പോയതുമില്ല കേട്ടോ. ഹലോ ഹായ്, അപ്പോൾ നമ്മുടെ വർക്കലയിലേക്ക് ഒരു ട്രിപ്പ് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാപ്പൽ ബീച്ചിൽ. പക്ഷെ ക്ലൈമറ്റ് അടിപൊളി, വെയിലും ഇല്ല മഴയില്ല, നല്ല ക്ലൈമറ്റ്. പക്ഷെ കടൽ റഫാണ്. ഞാൻ പിന്നെ ഇങ്ങോട്ട് എങ്ങനെ കയറിയ ഇവിടെ കടൽ ഭയങ്കര റഫാണ്. പക്ഷെ നമ്മൾ വന്ന ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ്. മഴയില്ല വെയിലും ഇല്ല, വലിയ വെയിലില്ല. ഇത്രയും നേരം മഴയുണ്ടായിരുന്നേ. ഞങ്ങൾ കാപ്പിലോട്ട് കയറിയപ്പോഴാണ് ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞ് ഈ ഒരു ക്ലൈമറ്റിലോട്ടായത്. എനിക്ക് ക്ലൈമറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കടൽ മാത്രം ഇച്ചിരി റഫാണ്. നമ്മൾ കടലിലോട്ടൊക്കെ ഇറങ്ങുന്നത് ഇച്ചിരി ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ മറ്റേ പൈൻ ട്രീ പോലത്തെ ഒക്കെ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. കൊള്ളാല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. കുറച്ചധികം നേരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ടയേർഡാവുകയെ. പിന്നെ ഈ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് കായലാണ് കേട്ടോ. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ കായലിൻ്റെ സൈഡിൽ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ്. അതുമാത്രമല്ല അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അത്രയും നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ ആകെ വിഷമം തോന്നിയത് ഈ കാണുന്ന വേസ്റ്റ് ആൾക്കാർ കൊണ്ടുവന്ന് ഇടുന്നതാണ് കേട്ടോ. പിന്നെ ഈ കായലിൽ കുറേ കുട്ടികൾ ഇറങ്ങി കുളിക്കുകയും അവിടെ നീന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവിടെയുള്ള കുട്ടികളാവാം ആ ഏരിയയിലൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ സേഫ് ആണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പിന്നെ കാണാം. ബൈ.